ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി എക്കോളജിയിൽ ഉൾപ്പെടുന്ന എക്കോളജിക്കൽ സക്സഷൻ എന്ന ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എക്കോളജിക്കൽ സക്സഷൻ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഇവ രണ്ടുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാട്ട് ഈസ് എക്കോളജിക്കൽ സക്സഷൻ? ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ഉണ്ട്, അതാണ് കമ്മ്യൂണിറ്റി എന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റത്തിൽ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഇവയെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവ പരസ്പരം ഒന്നെങ്കിൽ ഫുഡിന് വേണ്ടിയോ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ ഇവ പരസ്പരം ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെ പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അടങ്ങിയ ഒരു എക്കോസിസ്റ്റത്തെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവ ഒരിക്കലും സ്റ്റേബിൾ അല്ല, ഡൈനാമിക്കാണ്. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴേക്കും ഇവ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചേഞ്ച് ചെയ്തിട്ട് റിലേറ്റീവ്ലി സ്റ്റേബിളായിട്ടുള്ള ഒരു പീരീഡ് എത്തുമ്പോഴേക്കും അവയുടെ ആ ഒരു ചേഞ്ച് താൽക്കാലികമായിട്ട് നിർത്തിവെക്കും. ആ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്രയും നടക്കുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ചേഞ്ചസ് സംഭവിക്കുന്ന ആ ഒരു മൊമെൻറ്റ്സിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്കോളജിക്കൽ സക്സഷൻ എന്താണ്? ആൻ ഓർഡർലി ആൻഡ് പ്രോഗ്രസീവ് റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ കമ്മ്യൂണിറ്റി ബൈ അനദർ അണ്ടിൽ എ റിലേറ്റീവ്ലി സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഓക്യുപ്പൈസ്. ഓർഡർലി ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ഓർഡർ വെച്ചായിരിക്കും, അതുപോലെ പ്രോഗ്രസീവായിട്ട് നടക്കുന്നതായിരിക്കും. ചെറുതിൽ നിന്നും വലുതിലേക്കായിട്ടായിരിക്കും അത് വളർന്ന് വന്നത്. എന്നിട്ട് അവസാനം റിലേറ്റീവ്ലി സ്റ്റേബിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിറ്റി ഒരിക്കലും സ്റ്റേബിൾ അല്ല, ഡൈനാമിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ്ലി ഏകദേശം ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വളർന്ന് വരുന്ന ആ ഒരു പ്രോസസ്സ് മുഴുവത്തിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇനി എക്കോളജിക്കൽ സക്സഷൻ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഒരു ഓൾറെഡി നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലാത്ത ബെയർ ലാൻഡിലോ ഉണ്ടാകുന്ന ലാർജ് സ്കെയിലായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നടക്കുമ്പോഴാണ് ഒരു എക്കോളജിക്കൽ സക്സഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചേഞ്ചസ് അല്ലെങ്കിൽ ഈ ഡിസ്ട്രക്ഷനൊക്കെ ചിലപ്പോൾ നാച്ചുറലായിട്ടുണ്ടാകാം അല്ലെങ്കിൽ മാൻ മെയ്ഡായിട്ടുണ്ടാകാം. ഈ രണ്ട് വഴിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് എക്കോളജിക്കൽ സക്സഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ പല സ്റ്റേജസിലൂടെ ഈ എക്കോസിസ്റ്റം കടന്ന് ഏറ്റവും അവസാനം ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ പല മാറ്റങ്ങളും പല സ്റ്റേജസിലൂടെയാണ് ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി കടന്നു പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേജസ് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ കണ്ടീഷനെയാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത് ഓർഡർലി ആൻഡ് പ്രോഗ്രസീവ് റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ കമ്മ്യൂണിറ്റി ബൈ അനദർ. ഓർഡറായിട്ടും പ്രോഗ്രസീവായിട്ടും ഒരു കമ്മ്യൂണിറ്റിയിൽ റീപ്ലേസ്മെൻറ്റ് നടന്ന് അവസാനം ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നതാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ സക്സഷൻ നടക്കുന്നതിന് കാരണം എന്താവുന്നെങ്കിൽ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ മാൻ മെയ്ഡായിട്ടുള്ള എന്തെങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമായിരിക്കും എക്കോളജിക്കൽ സക്സഷൻ നടക്കാൻ കാരണം. എക്കോളജിക്കൽ സക്സഷനിൽ വേരിയസ് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിൻ്റെ ഏറ്റവും അവസാനത്തായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിനെയാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇനി സാധാരണ ഈ ബെയർ ലാൻഡിലായിരിക്കും ഈ എക്കോളജിക്കൽ സക്സഷൻ സാധാരണയായിട്ട് തുടങ്ങുന്നത്. അവിടെ എന്ന് പറയുന്നത് ഓർഗാനിസംസ്, അത് കോമൺ ആയിട്ട് നടക്കുന്ന എക്കോളജിക്കൽ സക്സഷനിൽ അവിടെ ഓർഗാനിസംസ് ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും സാധാരണഗതിയിൽ എക്കോളജിക്കൽ സക്സഷൻ നടക്കുന്നത്. ഇനി അങ്ങനെ എക്കോളജിക്കൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഓർഗാനിസംസ് ആണ് പൈനിയേഴ്സ് എന്ന് പറയുന്നത്. അത് കോളനൈസ്ഡായിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വളരാൻ തുടങ്ങും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഓർഗാനിസംസിനാണ് പൈനിയേഴ്സ് എന്ന് പറയുന്നു. അതിനുശേഷം കുറേ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ ഈ സക്സഷൻ വിധേയമാവുന്നുണ്ട്. ആ ഒരു സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ നമ്മൾ സെറൽ സ്റ്റേജസ് അല്ലെങ്കിൽ സീരീസ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിനെ പറയുന്നതാണ് സെറൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം മാറ്റങ്ങളൊക്കെ നടന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് മാറും. അതിനെ നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഇനി ഈ എക്കോളജിക്കൽ സക്സഷൻ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവ എവിടെയാണ് വളരുന്നത്, ഈ പുതിയ എക്കോളജിക്കൽ സക്സഷൻ എവിടെയാണ് വളരുന്നത്, ഏതൊക്കെ തരം ഓർഗാനിസംസ് അതിൽ കാണപ്പെടുന്നു എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ എക്കോളജിക്കൽ സക്സഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ എന്ന ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിൽ പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത് take place and over there no community has existed previously. നേരത്തെ ഒരു കമ്മ്യൂണിറ്റി തന്നെ വളരാത്ത ഒരു സ്ഥലത്ത് പുതുതായിട്ടുണ്ടാകുന്ന ഒരു എക്കോളജിക്കൽ സക്സഷനിൽ പുതുതായിട്ടൊരു കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുന്ന അത്തരം എക്കോളജിക്കൽ സക്സഷനെയാണ് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. അതായത് റോക്കിൽ ഒരിക്കലും റോക്കുകളിൽ ഉണ്ടാവില്ല, പക്ഷേ മഴക്കാലങ്ങളിലൊക്കെ ആകുമ്പോൾ അവിടെ ചെറിയ ചെറിയ മോസസ്, ലൈക്കൻസ് അല്ലെങ്കിൽ മൈക്രോബ്സ് ഒക്കെ വളർന്നു വരാം. അതുവരെ തന്നെ അവിടെ ഒരു ഓർഗാനിസംസോ ഒന്നും തന്നെ കാണത്തില്ല. അപ്പോൾ അതുപോലുള്ള സ്ഥലം ഡെൽറ്റാസ്, സാൻഡ് ഡ്യൂൺസ് ഇവിടങ്ങളിൽ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി കാണപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുതുതായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നതാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. പ്രൈമറി സക്സഷൻ നടക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? പൈനിയേഴ്സ് ആയിരിക്കും. പൈനിയർ സ്പീഷീസിന് എക്സാമ്പിളാണ് മൈക്രോബ്സ്, ലൈക്കൻസ്, മോസസ് എന്നിവ. പൈനിയർ സ്പീഷീസ് ഗ്രാജുവലി ഓൾട്ടർ ദ ഹാബിറ്റാറ്റ് ത്രൂ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവരവിടെ വളർന്നു വരുമ്പോഴേക്കും, ഇപ്പോൾ റോക്കിലാണ് വളർന്നു വരുമ്പോൾ അവയുടെ ശരീരത്തിൽ കുറേ പ്രോസസ്സ് നടക്കും. അതായത് ഇപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ പ്രോസസ്സ് തന്നെ ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് പലതരത്തിലുള്ള ആസിഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലാണ്ട് അവയുടെ റൂട്ട് ഇറങ്ങും. ഇവയൊക്കെ എന്ന് പറയുന്നത് ഈ റോക്കിനെ പൊടിച്ചെടുക്കും. ഈ കല്ല് പൊടിയാനായിട്ട് കാരണമായി തീരും. ഇതാണ് ലൈക്കനും മോസസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ഇങ്ങനെ റോക്കൊക്കെ ഡീക്കേ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ അവിടെ വളരുന്ന ആ ജീവികളുണ്ടല്ലോ, പൈനിയർ സ്പീഷീസ്, അവയെന്ന് പറയുന്നത് ഡെത്താകും. അതുപോലെ തന്നെ അവ അവിടെ നിന്ന് ചീഞ്ഞ് അളിഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഡീകമ്പോസേഴ്സ് ഉണ്ടാകും. ഈ ഡീകമ്പോസേഴ്സിൻ്റെ ഓർഗാനിക് ആസിഡൊക്കെ എന്തായിരിക്കും, വീണ്ടും ആ റോക്കിനെ പൊടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സോയിലിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നു. സോയിലിൻ്റെ ഈ ഫോർമേഷനും അതുപോലെ തന്നെ ചെറിയ പോക്കറ്റ്സൊക്കെ ഈ റോക്കിലുണ്ടാകും. ഈ സ്ഥലത്തേക്ക് ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ സീഡ് വരും. ചെറിയ പ്ലാന്റ്സിൻ്റെ സീഡൊക്കെ വന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ കാറ്റത്തോ അങ്ങനെയൊക്കെ പല രീതിയിൽ അത് പരാഗണം നടത്തുന്നുണ്ട്. അപ്പോൾ പരാഗണമല്ല, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ സീഡിൻ്റെയൊക്കെ. അപ്പോൾ അതങ്ങനെ വന്ന് ആ ഒരു പോക്കറ്റിലോ അല്ലെങ്കിൽ ക്രെവിസിസിലോ ഒക്കെ ആയിട്ട് ഈ സീഡ്സ് വന്ന് വീഴും. അവിടെ ആ സീഡ്സ് വളർന്ന് ഇച്ചിരി വലിയ പ്ലാന്റ്സ് ആയിട്ട് മാറും. ഏറ്റവും അവസാനം എന്തായിട്ട് മാറും? അങ്ങനെ പല സ്റ്റേജിലുള്ള സ്പീഷീസ് ഉണ്ടായിട്ട് ഏറ്റവും അവസാനം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ആദ്യം ബാരൻ റോക്ക് ഉണ്ടായി. അവിടെ ആദ്യം നിന്ന് പൈനിയർ സ്പീഷീസ് ആയിട്ടുള്ള ലൈക്കൻസും മോസസും വന്നു. അവരുടെ ആക്ടിവിറ്റീസ് മൂലം റോക്ക് പൊടിയാൻ തുടങ്ങി. സോയിൽസ് ഉണ്ടായി, അല്ലെങ്കിൽ റോക്കിൽ പോക്കറ്റ്സുകൾ ഉണ്ടായി. അവിടെ സീഡ്സ് വന്നിട്ട് ആനുവൽസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ്സ് വളരാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ എന്തുണ്ടായി? ഗ്രാസും ഫേൺസും ഫോം ചെയ്യുക, അതായത് പെരിനിയൽസ് അവ ഫോം ചെയ്തു. പിന്നെ അവിടെ നിന്നും എന്തുണ്ടായി? ഷ്രബ്സ് ഉണ്ടായി, ബുഷസ് ഉണ്ടായി. ബുഷസിൽ നിന്നും സോഫ്റ്റ് വുഡ്സ് ഉണ്ടായി, പിന്നെ ഹാർഡ് വുഡ്സ് ഉണ്ടായി. ഇവയെല്ലാം കൂടി ചേർന്ന് എന്തായി? കാലക്രമേണ അതൊരു ഫോറസ്റ്റ് ആയിട്ട് മാറും. പ്രൈമറി സക്സഷൻ്റെ ഒരു ക്ലൈമാക്സ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഫോറസ്റ്റ് ആയിരിക്കും. എന്നാൽ പൈനിയർ സ്റ്റേജ് എന്ന് പറയുന്നത് മോസസ് ആൻഡ് ലൈക്കൻസ് ആയിരിക്കും. ഇനി അടുത്താണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി സക്സഷൻ എപ്പോഴും നടക്കുന്നത് ഓൾറെഡി നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ
ഒരു അടുത്ത ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിനെയാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഇതും സീക്വൻഷ്യലായിട്ടുള്ള പ്രോസസ്സ് തന്നെയായിരിക്കും. എന്നാലും ആദ്യത്തെ ഡെവലപ്പിംഗ് സ്റ്റേജസ് ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റേജസ് തന്നെയായിരിക്കും കാരണം ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയിലാണല്ലോ ബാക്കി പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജസ് ഒന്നും തന്നെ ഉണ്ടാകില്ല, എന്നാലും ബാക്കിയുള്ള സ്റ്റേജസുകൾ കാണപ്പെടും. ഇനി ഇത് ഇങ്ങനൊരു സെക്കൻഡറി സക്സഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടുതീ വരികയോ അല്ലെങ്കിൽ സ്റ്റോംസ്, വരൾച്ച, ഡീഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിങ്, നമ്മുടെ മണ്ണിടിച്ചിൽ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പഴയ രീതി നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റിക്ക് എന്തുവരും ഒരു മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടായ ശേഷം പിന്നീടാണ് അവിടെ ഒരെണ്ണം ഉണ്ടാകുന്നത്. ഇപ്പോൾ കാട്ടുതീ വന്നു കഴിയുമ്പോൾ അവിടുത്തെ നിലനിൽക്കുന്നവയെല്ലാം തന്നെ നശിച്ചു പോകും. എന്നാൽ ചിലതൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അവ വളർന്നു വരുമ്പോഴെന്തായിരിക്കും, ചിലപ്പോൾ അവരായിരിക്കും കൂടുതലായിട്ട് അവിടെ കുറേ പീരീഡ് വളർന്നു നിൽക്കുന്നത്. പിന്നീട് അവ ഡീക്കേ ചെയ്തോ അല്ലെങ്കിൽ പുതിയ ഒരു വിത്തൊക്കെ വന്ന് പിന്നീട് അതൊരു പഴയൊരു ഫോറസ്റ്റായിട്ട് പിന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നിലനിൽക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നും പുതിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാൽ സെക്കൻഡറി സക്സഷനാണ് പ്രൈമറി സക്സഷനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ വളരുന്നത്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ഓട്ടോജനിക് സക്സഷൻ ആൻഡ് അല്ലോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. ഓട്ടോജനിക് സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചസിനനുസരിച്ച് ചേഞ്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ when succession is brought about by living inhabitants of that community itself, അതിനെയാണ് ഓട്ടോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു കേസ് നോക്കാം. ഒരു എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന കുറേ ലിവിങ് ആയിട്ടുള്ള ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ടല്ലോ. ആ ജീവജാലങ്ങളുടെ മോഡിഫിക്കേഷൻസ്, അവയുടെ ഗ്രോത്ത്, ഡെത്ത്, ഇവയൊക്കെ തന്നെ എന്ന് പറയുന്ന അവ വളരുന്ന ആ ഒരു എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ ആ എൻവയോൺമെൻറ്റ് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ എന്തായിരിക്കും, ആ ചേഞ്ചസിനനുസരിച്ച് ആ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികളും അങ്ങനെ മാറണം. അങ്ങനെ മാറ്റപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് വരും, അവിടെ ഒരു സ്പീഷീസിൽ ചേഞ്ച് വരുന്നുണ്ട്, ഒരു എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് എന്തിന് കാരണമാകുന്നു, ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമായി തരുന്നു. അപ്പം അത്തരം സക്സഷനെയാണ് ഓട്ടോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. ഈ ഓട്ടോജനിക് സക്സഷൻ സാധാരണയായിട്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പോണൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇനി അല്ലോജനിക് സക്സഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഫോഴ്സ്, ആ എക്കോസിസ്റ്റത്തിന് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അത് ഒരു എക്കോളജിക്കൽ സക്സഷന് കാരണമായി തീരുന്നുവെങ്കിൽ അത്തരം സക്സഷനെയാണ് നമ്മൾ അല്ലോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും കാരണമായി തീരുന്നത് എബയോട്ടിക് ഫാക്ടേഴ്സാണ്. ഫയർ അല്ലെങ്കിൽ ഫുഡ് ഇവയൊക്കെയാണ് അതിന് കാരണമായി തീരുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരു പോണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള ആ പോണ്ടിലേക്ക് ധാരാളം ന്യൂട്രിയൻസും പൊല്യൂട്ടൻസും ഒക്കെ ഔട്ട്സൈഡിൽ നിന്നായിരിക്കുമല്ലോ വരണത്. ആ വന്നു ചേരുന്നത് അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി നശിക്കാനായിട്ട് സഹായിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആൽഗയൊക്കെ വളർന്ന് പുതിയൊരു എക്കോസിസ്റ്റം തന്നെ അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമായി തീരും. അപ്പോൾ ഓട്ടോജനിക് സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എക്കോസിസ്റ്റത്തിന് അവയുടെ എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിനനുസരിച്ച് അതിൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് സ്വയമേ മാറുന്നത് വഴി പുതിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അത്തരം സക്സഷനെയാണ് ഓട്ടോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബയോട്ടിക് കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റമാണ്. എന്നാൽ അല്ലോജനിക് സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ഒരു എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ചേഞ്ചസ് വരുന്നതാണ്
അല്ലോജനിക് സക്സഷൻ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം, പോണ്ടിൽ ന്യൂട്രിയൻസ് വന്നു കഴിയുമ്പോഴായിരിക്കും ധാരാളം ആൽഗയൊക്കെ വളർന്ന്, അല്ല ആൽഗെ അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ടും വളരുന്നത് എപ്പോഴായിരിക്കും, അവയ്ക്ക് അവിടെ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടുമ്പോഴായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത്തരം സക്സഷനെയാണ് അല്ലോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഓട്ടോട്രോഫിക് സക്സഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് സക്സഷൻ. ഇത് പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് അവയുടെ ഫുഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് സക്സഷൻ ഇൻ വിച്ച് ഇനിഷ്യലി ദ ഗ്രീൻ പ്ലാന്റ്സ് ആണ് അവിടെ വളർന്നു വരുന്നതെങ്കിൽ, കൂടുതലായിട്ടും ഗ്രീൻ പ്ലാന്റ്സ് ആണ് കാണപ്പെടുന്നതെങ്കിൽ ഓട്ടോട്രോഫിക് സക്സഷൻ എന്ന് പറയുന്നു. എന്നാൽ സക്സഷനിൽ ഹെറ്ററോട്രോഫ്സ് ആണ് കൂടുതലെങ്കിൽ അത്തരം സക്സഷനെ എന്ത് പറയുന്നു, ഹെറ്ററോട്രോഫിക് സക്സഷൻ എന്നാണ് പറയുന്നത്. ഇനി ഹെറ്ററോട്രോഫിക് സക്സഷനാണ് എക്സാമ്പിളായിട്ട് പറയുമ്പോഴേക്കും ഈ ഹെറ്ററോട്രോഫ്സ് ഉണ്ടല്ലോ, ബാക്ടീരിയ, ആക്ടിനോമൈസൈറ്റ്സ്, ഫംഗൈ, ആനിമൽസ്, ഇവയൊക്കെ ആയിരിക്കും അവിടെ ഹെറ്ററോട്രോഫിക് സക്സഷനിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എന്നാൽ ഓട്ടോട്രോഫിക് സക്സഷനിലാണെങ്കിലോ പ്ലാന്റ്സ് ആയിരിക്കും, മിക്കവാറും ഗ്രീൻ പ്ലാന്റ്സ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്ത തരം ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഹാബിറ്റാറ്റ് വെയർ ദ കമ്മ്യൂണിറ്റി ചേഞ്ചസ് ഒക്കേഴ്സ്. അതായത് ഏത് തരം ഹാബിറ്റാറ്റിലാണ് കമ്മ്യൂണിറ്റി ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് സക്സഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സീറാർക്കും ഹൈഡ്രാർക്കും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ, ലാൻഡിലായിട്ട്, പ്രധാനമായിട്ടും ടെറസ്ട്രിയൽ ഏരിയയിൽ വാട്ടർ കണ്ടൻറ്റ് കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്ന് ഒരു സക്സഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത്തരം സക്സഷനെ നമുക്ക് സീറാർക്ക് സക്സഷൻ എന്ന് പറയാം. എക്സാമ്പിളാണ് ബെയർ റോക്കിൽ, പിന്നെ വിൻഡ് ബ്ലോൺ സാൻഡ്, പിന്നെ അതർ സിറ്റുവേഷൻസ് വെയർ ദർ ഇസ് ആൻ എക്സ്ട്രീം ഡെഫിഷ്യൻസി ഓഫ് വാട്ടർ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഈ സീറാർക്ക് എന്ന് പറയുന്ന ആ ഒരു സക്സഷൻ നിലനിൽക്കുന്നത്. ഇനി അതേസമയം വാട്ടർ ബോഡിയിലാണ് ഈ സക്സഷൻ നടക്കുന്നത്, അതായത് ഈ പോണ്ട്, ലേക്ക്, ഇവയിലൊക്കെയാണ് സക്സഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ ഹൈഡ്രാർക്ക് എന്ന് പറയുന്നു. ഇനി ഈ ചില സ്റ്റേജസ് ഉണ്ട്, അതായത് ഹൈഡ്രാർക്കാണോ ചോദിച്ചാൽ ഹൈഡ്രാർക്കും അല്ല, എന്നാൽ സീറാർക്കാണോ ചോദിച്ചാൽ സീറാർക്കും അല്ല. അങ്ങനെ രണ്ട് തരം നേച്ചറും കാണിക്കുന്ന സ്ഥലങ്ങളിലും സക്സഷൻ നടക്കുന്നുണ്ട്. അത് നമ്മൾ മിക്സ്ഡ് സക്സഷൻ എന്നാണ് പറയുന്നത്. അവിടെ കാണപ്പെടുന്ന പ്ലാന്റ്സിന് നമ്മൾ മീസോഫൈറ്റ് എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെയും കണ്ടത് എക്കോളജിക്കൽ സക്സഷൻ എന്താണ്, അവയുടെ ക്ലാസിഫിക്കേഷൻ, പ്രൈമറി സക്സഷൻ, സെക്കൻഡറി സക്സഷൻ, പിന്നെ ഓട്ടോട്രോഫിക് ആൻഡ് അല്ലോജനിക് സക്സഷൻ, പിന്നെ ഓട്ടോജനിക് സക്സഷൻ, അല്ലോജനിക് സക്സഷൻ, പിന്നെ ഓട്ടോട്രോഫിക് സക്സഷൻ, ഹെറ്ററോട്രോഫിക് സക്സഷൻ, പിന്നെ സീറാർക്ക് ആൻഡ് ഹൈഡ്രാർക്ക്. ഇത്രയുമാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്